നിങ്ങൾ തിരുവെഴുത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിട്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തിൽ വിശ്വസിച്ചിട്ട്, ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ട്, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട്, ദൈവത്തോടുകൂടെ നടന്നിട്ട്, തിരുവെഴുത്തിൽ എവിടെയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയുന്നത്? ദൈവമുമ്പിൽ പ്രാർത്ഥിച്ച ആർക്കാണ് ഉത്തരം ലഭിച്ചില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉപവാസങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ, നിങ്ങളുടെ നിലപാടുകളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടേണ്ട പ്രാർത്ഥനകളുടെ മറുപടികളെ, നിങ്ങളിലേക്ക് ഒഴുകി വരേണ്ട പ്രാർത്ഥനകളുടെ നന്മകളെ തടയുന്ന ഒരു പൈശാചിക മതിൽ ഉണ്ട്, ഒരു ഈവിൾ വാൾ ഉണ്ട്, ഒരു ദുഷ്ടാത്മ മതിൽ ഉണ്ട്. അതിനെയൊക്കെ തകർക്കുവാൻ, അതിനെ ഇടിച്ചു കളയുവാൻ ആത്മാവിൽ വെളിപ്പാട് പ്രാപിച്ച ദൈവജനം തിരുവെഴുത്തിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന് പ്രതികൂലമായി നിന്നിരുന്ന യെരിഹോവിന്റെ മതിലുകളെ ഇടിക്കുവാൻ സാധാരണക്കാരായിട്ടുള്ള ചോരയും നീരുമുള്ള മനുഷ്യന്റെ നാവിലൂടെ പുറത്തു വന്ന സ്തോത്രത്തിന്റെ മേൽ ദൈവം ഒരു സ്വർഗീയ ശക്തി പകർന്നതുപോലെ ദുഷ്ടൻ കെട്ടി ഉയർത്തിയ മതിലിന്റെ അടിസ്ഥാനം പൊളിക്കാൻ അവരുടെ അധരത്തിൽ നിന്ന് വന്ന സ്തോത്രം എന്ന വാക്കിന് കഴിഞ്ഞതുപോലെ, അവരുടെ ആരാധനകൾക്ക് കഴിഞ്ഞതുപോലെ, അവരുടെ നിലപാടുകൾക്ക് കഴിഞ്ഞതുപോലെ, അവരുടെ വിശ്വാസങ്ങൾക്ക് കഴിഞ്ഞതുപോലെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞതുപോലെ, ഇന്നാരുടെയൊക്കെയോ പ്രാർത്ഥനകളുടെ മേൽ ചില ദുഷ്ടന്റെ മതിലുകൾ ഇടിക്കാനുള്ള സ്വർഗീയ ശക്തി പരിശുദ്ധാത്മാവ് പകരുകയാണ്. ദുഷ്ടാത്മ മതിലുകൾ എന്നത്, പൈശാചിക മതിലുകൾ എന്നത്, ഈവിൾ വോൾ എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ഈ വാക്കിനകത്ത് നിങ്ങൾ ഒരിക്കലും കരുതരുത് അതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതൊരു നമുക്ക് കാണാൻ കഴിയുന്ന എന്തോ കൊണ്ടൊക്കെ കെട്ടി ഉയർത്തി, കല്ലും മണ്ണും കൊണ്ട് കെട്ടി ഉയർത്തി വെച്ചിരിക്കുന്ന മതിലുകളാണ് എന്ന്. അങ്ങനല്ല. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ഈവിൾ വാളുകളെ കുറിച്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈവിൾ വാളുകളെ കുറിച്ച്, ഈവിൾ വാൾ പാറ്റേൺസിനെ കുറിച്ച് ബൈബിൾ പല ഭാഗങ്ങളിൽ വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, എന്താണ് ഈവിൾ വാൾ അല്ലെങ്കിൽ ഒരു ദുഷ്ടാത്മ മതിൽ എന്താണ്? ഒബ്വിയസ്ലി നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും ഇടയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ ശബ്ദത്തിനും ഇടയിൽ, നിങ്ങളുടെ വിശ്വാസത്തിനും ദൈവത്തിന്റെ കൈമാറ്റത്തിനും ഇടയിൽ ശത്രു അദൃശ്യ മണ്ഡലത്തിൽ പണിതുയർത്തുന്ന വലിയ കോട്ടകൾ അല്ലെങ്കിൽ വലിയ മതിലുകളാണ് ഈവിൾ വാളുകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളെ തടയുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളുണ്ട്. ഈ ഒരു സത്യം ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞു എങ്കിൽ മാത്രമേ ആ മതിലിനെ ഭയപ്പെടാതെ, മതിലിനെ തകർക്കുന്ന നിലയിൽ അവനിൽ നിന്ന് ഒരു പവർ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ഒരേ സമയം നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യന്റെ സപ്പോർട്ടും ഉയരത്തിലെ ദൈവത്തിങ്കിൽ നിന്നുള്ള ആത്മാവിന്റെ നിറവും ആവശ്യമാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയരത്തിൽ നിന്ന് ദൈവം പകരുന്ന ദൈവിക സിഗ്നലുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വളരെ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുന്നു. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിലെ ശരീരത്തിന്റെ ക്ഷീണം, നിങ്ങൾ ആ റൂമിലേക്ക് പ്രാർത്ഥിക്കാൻ കയറി വരുന്നതിന് മുന്നേ നിങ്ങൾ അനുഭവിച്ച ഒരു വല്ലാത്ത അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത് കൊണ്ടും, ആ സമയം നിങ്ങളുടെ ചുറ്റും ദൈവം പകരുന്ന ദൈവത്തിന്റെ പ്രഭയെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ആത്മാവിന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഉള്ളൊരു സത്യമാണ് ഈവിൾ വാൾ അല്ലെങ്കിൽ സാത്താനിക മതിലുകൾ അല്ലെങ്കിൽ ദുഷ്ടാത്മ മതിലുകൾ എന്ന് പറയുന്നത്. ഈ മീറ്റിംഗിൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല കേട്ടോ പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല മറുപടികൾ വരാത്തത്, നിങ്ങൾ ഉപവസിക്കാത്തത് കൊണ്ടല്ല മറുപടികൾ വരാത്തത്, നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടല്ല മറുപടികൾ വരാത്തത്, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അതിശക്തമാകുന്ന നിലപാടുകളില്ലാത്തത് കൊണ്ടല്ല മറുപടികൾ വരാത്തത്. പകരം എവിടെയോ അപ്പോസ്തലന്മാരെ തടഞ്ഞതുപോലെ, ശിഷ്യന്മാരെ തടഞ്ഞതുപോലെ, പഴയ നിയമത്തിൽ പറയുന്ന അനേക ഭക്തന്മാരുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞതുപോലെ തടയുന്ന ഒരു ഇരുട്ടിന്റെ ശക്തി, അവൻ ഉയർത്തിയ പൈശാചിക മതിൽ നിങ്ങൾക്കൊരു മറയായി നിൽക്കുകയാണ്. ഈ സന്ദേശത്തിലൂടെ ആ മറയെ ദൈവം തകർക്കാൻ പോകും. വിശ്വസിക്കുന്നെങ്കിൽ ആദ്യം തന്നെ ഒന്ന് കമന്റ് ചെയ്താട്ടെ, എൻ്റെ നന്മയ്ക്ക് നേരെ നിൽക്കുന്ന മറ ഇന്ന് നീങ്ങും. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് ഇത് ടൈപ്പ് ചെയ്താട്ടെ. എൻ്റെ നന്മകൾക്ക് നേരെ നിൽക്കുന്ന, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾക്കെതിരെ നിൽക്കുന്ന എല്ലാ മറയും ഇന്ന് തകരും.
കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം പൗലോസ്ലീഹ എഴുതിയപ്പോൾ അതിന്റെ 16-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. അപ്പോൾ വലുതും സഫലവുമായ ഒരു വാതിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പിലും തുറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മറുപടികൾ വെളിപ്പെടാത്തതല്ല, വെളിപ്പെട്ട മറുപടികൾ നിങ്ങൾ കാണാത്തതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വാതിൽ തുറക്കാത്തതല്ല, തുറന്ന വാതിൽ നിങ്ങൾ കാണാത്തതാണ്, കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഡെലിവറൻസുകൾ നടക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾക്കത് അനുഭവിക്കാൻ നിങ്ങളെ മറയ്ക്കുന്നു. അതിന് തക്കതായൊരു മറ എവിടെയോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ആത്മമണ്ഡലത്തിന്റെ ഏതോ ഒരു കോണിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തകർക്കുവാൻ ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും വാതിൽ തുറക്കും, പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ആഗ്രഹവും സഫലമാകും. പൗലോസ്ലീഹായുടെ പ്രാർത്ഥനകളിൽ സഫലമായ ചില ഉത്തരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ താൻ പറയുന്നു, എതിരാളികൾ ഉണ്ട്. എതിരാളികൾ ഉണ്ടെങ്കിൽ എതിരാളി ഒരിക്കലും മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നില്ല. എതിരാളി നാം കാണുന്ന നിലയിൽ തന്നെ ചിലത് നമുക്ക് എതിരായി ചെയ്യണമെന്നോ പറയണമെന്നോ നിൽക്കണമെന്നോ ഇല്ല. എതിരാളി ഉണ്ടെങ്കിൽ എതിരാളിയുടെ പ്രവർത്തനങ്ങളും ഉണ്ടാകും. എതിരാളി ഉണ്ടെങ്കിൽ എതിരാളിയുടെ തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ഉണ്ടാകും. പൗലോസ് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പറയുകയാണ്, എനിക്ക് തുറന്നിരിക്കുന്ന വലിയ വാതിലിനെതിരായി, എനിക്ക് സഫലമായ ചില കാര്യങ്ങൾക്ക് എതിരായി, വലുതും സഫലവുമായൊരു വാതിലിനെതിരായി ചില എതിരാളികളും അവരുടെ തന്ത്രങ്ങളും ഉണ്ട്. ഇതാരും വന്ന് തന്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തതല്ല, പകരം താൻ വിശ്വസിക്കുന്ന ദൈവം തന്നോട് വെളിപ്പെടുത്തിയതാണ്. ഈ പ്രാർത്ഥനകളിൽ ചില ആലോചനകൾ കിട്ടുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പ്രാർത്ഥനകളിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അവരോട് ദൈവാത്മാവ് ആത്മഭാഷകളിൽ, സ്പിരിച്വൽ കോഡുകളിൽ ഹോളി സ്പിരിറ്റ് അറിയിച്ച ചില വാക്കുകൾ നിങ്ങൾക്കറിയാം. ആ തടസ്സങ്ങൾ ഉണ്ട് എന്ന്, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന്, ചില കാലതാമസം വരുത്തുന്നതുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. അത് ആത്മാവിൽ വെളിപ്പെടുത്തിയ ദൈവം ആത്മാവിന്റെ ശക്തിയാൽ തന്നെ ആ കോട്ടകൾ തകർക്കുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ഇതിനകത്ത് ആരോടോ കൈമാറുകയാണ്. വിശ്വസിക്കുന്നവർ ആ പ്രവചന ശബ്ദത്തിന് രാമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞാട്ടെ. ആത്മാവിൽ നിങ്ങൾക്ക് വെളിപ്പെട്ട ദുഷ്ടന്റെ കോട്ടകൾ, തന്ത്രങ്ങൾ ദൈവാത്മാവ് ആത്മാവിൽ തന്നെ തകർത്ത് കളയും. ഓ യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ ഒരു അസാധാരണ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അതൊരു ദൈവിക വെളിപ്പാടാണ്. അത് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്താട്ടെ. ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവിക അരുളപ്പാടുകൾ, ആത്മാവിനാൽ നമുക്ക് ലഭ്യമാകുന്ന പൈശാചിക തന്ത്രങ്ങൾ, ആത്മാവാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സാത്താനിക മതിലുകൾ, ആത്മാവിലെ ആരാധനയിൽ തന്നെ ദൈവം ആ മതിൽ തകർക്കും. ആത്മാവിന്റെ ശക്തിയാൽ തന്നെ ദൈവം ആ മതിൽ തകർക്കും. നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലിലേക്ക് നിങ്ങളെ കടത്തിവിടത്തില്ലെന്ന്, നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന സഫലമാകുന്ന അനുഭവങ്ങളിലേക്ക് താങ്കളെയും കുടുംബത്തെയും കടത്തിവിടത്തില്ലെന്ന്, നിങ്ങളുടെ ശുശ്രൂഷയിൽ തുറന്നിരിക്കുന്ന ഒരു വാതിൽ നിങ്ങളെ കാണിക്കത്തില്ലെന്ന് വിധി എഴുതിയ ദുഷ്ടന്റെ വിധികൾ, ഉയർത്തിവെച്ച ശത്രുവിന്റെ മതിലുകൾ ഈ സമയം യേശുവിന്റെ നാമത്തിൽ ഉയരത്തിലെ ശക്തിയാൽ ഇടിഞ്ഞു വീഴുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ അനുഗ്രഹീതമാകുന്ന തിരുവെഴുത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപ്പോൾ അവിടെ ഒരു വ്യക്തമാകുന്ന സമയമുണ്ട്. വിശ്വാസത്താൽ ചുറ്റി നടന്നപ്പോഴല്ല, 7 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ സമയങ്ങളുണ്ട്. ഇപ്പൊ ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ കെട്ടി ഉയർത്തുന്ന ഒരു നമ്മുടെ എതിരാളി നമുക്കെതിരെ കെട്ടി ഉയർത്തുന്ന മതിൽ ദൈവം കാണും അവർ കെട്ടി ഉയർത്തുന്നത്. പക്ഷെ കണ്ട ഉടൻ ദൈവം അതിനെ ഇടിച്ചിടത്തില്ല, പകരം നിന്നെ അറിയിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ദൈവ സ്പിരിറ്റിൽ അത് അറിയിക്കും. ഒരു വാതിൽ നിങ്ങൾക്ക് വിരോധമായി ഒരു മതിൽ നിങ്ങൾക്ക് വിരോധമായി കെട്ടി ഉയർത്തുന്നത് ദൈവാത്മാവ് അറിയിക്കും. എന്തിനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് അറിയിക്കുന്നതെന്നറിയാമോ? നമ്മിൽ എപ്പോഴും ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ നടക്കണമെന്നും ഒരു ആത്മീയ വളർച്ച നമുക്ക് അനുദിനം ഉണ്ടാകണമെന്നും ദൈവം ആഗ്രഹിക്കും. നമുക്ക് ദൈവം ഈ ഭൂമിയിൽ വളർത്താൻ ഒരു കുഞ്ഞിനെ തന്ന ശേഷം നമ്മുടെ ആഗ്രഹം എന്താണ്? അവൻ എല്ലാ കാലവും
എല്ലാ കാലവും നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യണമെന്നും നമ്മൾ എടുത്തുകൊണ്ട് നടക്കണമെന്നും അവന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും അല്ല. പകരം എന്താ, അവൻ വളർന്നു കാണാൻ, അവനിൽ ഒരു മുതിർന്ന പൗരനെ കാണാൻ, അവന്റെ വളർച്ച കാണാൻ, അവൻ താനേ എഴുന്നേൽക്കുന്നത് കാണാൻ, അവൻ താനേ നടക്കുന്നത് കാണാൻ, അവൻ താനേ ചില കാര്യങ്ങൾക്ക് പ്രാപ്തനാകുന്നത് കാണാൻ ഒരപ്പനും അമ്മയ്ക്കും ആഗ്രഹമുള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ആഗ്രഹമുണ്ട്. അവർ വളർന്ന് കാണാൻ, അവർ മുതിർന്ന് കാണാൻ, അവർ അധികാര പൊസിഷനിൽ ഇരിക്കുന്നത് കാണാൻ, അവർ ബ്ലെസ്സഡ് ആയിരിക്കുന്നത് കാണാൻ, അവർ ചിലതിനെ ജയിക്കുന്നത് കാണാൻ, അവർ ചില കോട്ടകളെ ഇടിച്ച് ജയിക്കുന്നത് കാണാൻ, അവർ ചില ദുഷ്ടവാഴ്ചകളെ കീഴടക്കുന്നത് കാണാൻ അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് വിരോധമായി ശത്രു, മനുഷ്യൻ, ദുരാത്മാക്കൾ കെട്ടി ഉയർത്തുന്ന മതിലുകൾ കണ്ടാലും ആത്മാവിൽ അത് ദൈവവുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം അത് നിങ്ങളോട് ഇടപെടും. നിങ്ങളുടെ അധികാരത്തിലൂടെ തന്നെ ദൈവത്തിന്റെ സപ്പോർട്ടോടുകൂടെ ദൈവനാമത്തിൽ ആ കോട്ടകളെ ഇടിക്കുക എന്നതാണ് ദൈവിക ഉദ്ദേശം. അതിൽ നിന്നാണ് പ്രാർത്ഥനയിൽ ചിലരെ പിൻവലിക്കുന്നത്. ആ ദൈവിക ഉദ്ദേശത്തിൽ നിന്നാണ് ചിലരെ പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്നത്. ആ ദൈവിക ഉദ്ദേശത്തിൽ നിന്നാണ് ചിലരെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നത്. ആ ഉദ്ദേശത്തിൽ നിന്നാണ് താങ്കളുടെ ആത്മശക്തിയെ ചോർത്തിക്കളയണമെന്ന് ശത്രു വിധി എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് ജയിപ്പാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ബൈബിൾ എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ അവർ 7 ദിവസം ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്, നിങ്ങൾക്കെതിരെ ദിവസവും നാളും വെച്ച് ശത്രു കെട്ടിയ മതിലുകൾ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ദിവസത്തിനകം ആ മതിൽ ഇടിച്ചിട്ടിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ശത്രു ദിവസം വെച്ച് കെട്ടി ഉയർത്തിയ മതിൽ, എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതിലായാലും, ഈവിൾ വാളായാലും, വാക്കിന്റെ മതിലാണെങ്കിലും, പ്രതികൂലത്തിന്റെ മതിലാണെങ്കിലും, തൊഴിലില്ലായ്മയുടെ മതിലാണെങ്കിലും, ദാരിദ്ര്യത്തിന്റെ മതിലാണെങ്കിലും, ആത്മീയ ശോഷണത്തിന്റെ മതിലാണെങ്കിലും, ഭയത്തിന്റെ മതിലാണെങ്കിലും, പാപത്തിന്റെ മതിലാണെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്, നിങ്ങളുടെ മുമ്പിൽ അതിന്റെ വേര് ശേഷിക്കാതെ ആത്മാവിന്റെ ശക്തിയോടെ ആ മതിൽ പരിശുദ്ധാത്മാവ് ഇടിച്ചു. കാരണം ദൈവം വാതിൽ തുറന്നത് കടക്കാനാണ്. പൗലോസിന് ദൈവം വാതിൽ തുറന്നത് സഫലമായ ഒരു അനുഭവം തനിക്കുണ്ടാകാനാണ്. സോ ഇന്ന് ആത്മാവിൽ ഞാൻ താങ്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. യെരുശലേമിന്റെ മതിൽ പണിയാൻ വേണ്ടി നെഹമ്യാവും കൂട്ടാളികളും തയ്യാറായപ്പോൾ, യെരുശലേമിന്റെ മതിൽ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണിയാൻ, അതായത് നിങ്ങളുടെ ജീവിതത്തിലും ഉയർന്നു നിൽക്കേണ്ട മതിലുമുണ്ട്, ഇടിഞ്ഞു വീഴേണ്ട മതിലുമുണ്ട്. ഉയർന്നു നിൽക്കേണ്ട മതിലാണ് പ്രാർത്ഥനയാകുന്ന മതിൽ, ദൈവവുമായിട്ടുള്ള ബന്ധമാകുന്ന മതിൽ, കുടുംബ സമാധാനമാകുന്ന മതിൽ, നന്മയാകുന്ന മതിൽ, അങ്ങനെ നിങ്ങളുടെ അനുകൂലതയാകുന്ന എല്ലാ മതിലുകളും ഉയർന്നു നിൽക്കേണ്ടതും ഇതിനെ കെടുത്തുന്ന ഏതൊരു മതിലും തകരേണ്ടതുമാണ്. ഇപ്പൊ യെരുശലേമിന്റെ മതിൽ ഉയർന്നു നിൽക്കേണ്ട മതിലാണ്. അത് പണിയാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് നെഹമ്യാവ്. ആ നെഹമ്യാവിനെയും കൂട്ടാളിയെയും തടയാനും അവിടെ സൻബല്ലത്തും തോബിയാവും ഗേശേമരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ മതിൽ പണിയെ തടയാൻ, ആ ഉയർച്ചയെ തടയാൻ, ആ ഒരു പുതുമയെയും പുതുക്കിപ്പണിയലിനെയും തടയാനും ചില പ്രതികൂലികൾ മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ദൈവിക മതിലുകൾ, പ്രാർത്ഥനയാകുന്ന മതിലുകൾ, ദൈവവചന വായനയാകുന്ന മതിലുകൾ, ദൈവബന്ധമാകുന്ന മതിലുകൾ, നിങ്ങളോട് ദൈവം പറഞ്ഞ ഏതൊരു ഉയർച്ച, വളർച്ച, നന്മ നിങ്ങൾക്കുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ഇടിഞ്ഞു കിടക്കുന്നതുമാകുന്ന ഏതൊരു മതിലും പണിയുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ദൈവാത്മ ശക്തിയിൽ തകർന്നു വീഴുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:20 നമുക്ക് അടുത്തൊരു കാര്യം കാണാൻ പറ്റുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത്
ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ട് ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു, മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. ഗിദെയോന്റെ കണ്ണിന്. എന്നെ ശ്രദ്ധിച്ച് കേട്ടാൽ, ദൈവം നമ്മളോട് ചില പ്രൊഫറ്റിക് ആക്ഷൻസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് ചെയ്താൽ ദഹിപ്പിക്കുന്ന തീ എവിടുന്ന് വരും, വെള്ളം വറ്റിക്കുന്ന ചൂട് എവിടുന്നുണ്ടാകുമെന്ന് വെക്കുന്നവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏലിയാവ് തീ ഇറക്കിയപ്പോഴും തന്നെയാണ്, ഞാൻ മണ്ണ് വാരിയിട്ടാൽ മണ്ണിനെ തീ ദഹിപ്പിക്കത്തില്ലല്ലോ എന്ന് ഏലിയാവ് ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ട് നിങ്ങളുടെ അകത്തുനിന്ന് സംസാരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, നിങ്ങളുടെ ഓർമ്മ മണ്ഡലത്തിലേക്ക് വരും, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പറയാം, ഇങ്ങനെ ചെയ്യാം. ആ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രൊഫറ്റിക് ആക്ഷൻ, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രൊഫറ്റിക് ആക്ഷനാണ്. അതിന് ദൈവം മറുപടി തരും. അതിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തരും. ഹല്ലേലൂയ. ആ നിലകളിൽ ഗിദെയോനോട് പറഞ്ഞു, നീ മാംസവും പുളിപ്പില്ലാത്ത വടയും എല്ലാം നീ അവിടെ വെക്ക്. പാറമേൽ നിന്ന് ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ട് ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. കമ്പ് കൊണ്ട് തൊട്ടാൽ, വടി കൊണ്ട് തൊട്ടാൽ വടിയിൽ നിന്ന് തീ വരണം. പാറയിൽ നിന്ന് എങ്ങനെ തീ വരും? പാറയിൽ നിന്ന് വെള്ളം വന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ പാറയിൽ നിന്ന് തീ വന്നു. നമ്മളിതൊക്കെ സ്പിരിറ്റിൽ വിവേചിച്ചെടുക്കേണ്ട കാര്യമാണ്. ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പ്രവൃത്തി ദൈവം ചെയ്യും. പാറയിൽ നിന്ന് തീ വരുമോ? പാറയിൽ നിന്ന് വെള്ളമല്ലേ വരുന്നത്? പാറയിൽ നിന്ന് പെട്രോൾ ഉണ്ടാകുമോ? ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടേ പറയുന്നു. ദൈവം നമ്മളോട് ഒരിടത്ത് പോകാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടേ പോകാൻ പറയത്തുള്ളൂ. ദൈവം നമ്മളോട് ഒരിടത്ത് പോകുകയേ അരുത് എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടേ പോകരുതെന്ന് പറയുന്നു. ആശയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ എന്ന് പറഞ്ഞ ദൈവം തന്നെ പറഞ്ഞു, പോകരുത്. അപ്പൊ ആശയിലുള്ളത് ദൈവ സൃഷ്ടി അല്ലേ? നമ്മൾ ചിന്തിക്കണ്ടേ? മനസ്സിലാക്കും. ചില ദൈവശബ്ദങ്ങൾ നമുക്ക് പ്രതികൂലമെന്ന് തോന്നാം, പക്ഷെ അത് നിന്റെ അനുകൂലതയ്ക്ക് വേണ്ടിയാണ്. ചില ദൈവിക വചനങ്ങൾ നമ്മൾക്ക് പ്രതികൂലമാണ് ദൈവം തന്നതെന്ന് തോന്നാം, പക്ഷെ അത് നമ്മുടെ അനുകൂലതയെ കണക്കിലെടുത്താണ്. സോ ഹോളി സ്പിരിറ്റ് ആരോടൊക്കെയോ പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈവിൾ വോൾസ് തകരാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു നന്മയിലേക്ക് കടത്തിവിടാതെ, വളർച്ചയിലേക്ക് കടത്തിവിടാതെ, അഭിവൃദ്ധിയിലേക്ക് കടത്തിവിടാതെ തടയുന്ന ചില പൈശാചിക മതിലുകൾ തകരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുക, ഈ മാസം കഴിയുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ മാക്സിമം എത്ര പേർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണുകയാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്തേക്കുക, ഹൈപ്പ് ചെയ്തേക്കുക. ഈ വീഡിയോ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിത്യവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിന്റെ ഒരു ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താട്ടെ. നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനാ വിഷയവും ഈ വീഡിയോയ്ക്ക് ശേഷം കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞങ്ങൾ ഓർക്കും. ഗോഡ് ബ്ലെസ് യു. Have a blessed day.